നമ്മള് സിംസിൽ കൊടുത്തോണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ കോഴ്സിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. നമ്മള് 6 മാസത്തെ കോഴ്സും അതിന് പുറമെ 2 മാസം ട്രെയിനിങ്ങും ആണ്. നമ്മൾ തന്നെ ഷോപ്പിലാണ് ട്രെയിനിങ് കൊടുക്കാറുള്ളത്. സിംസിന്റെ തന്നെ ഷോപ്പിലാണ്? സിംസിന്റെ തന്നെ ഷോപ്പിൽ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കാറുള്ളത്. പിന്നെ വേറെ ബേസിക് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കുന്ന കോഴ്സിന്റെ അകത്ത്? ബേസിക് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ, പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതിന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് വേണം, കാരണം നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാറുണ്ട്. അപ്പൊ ആ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരാൾക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് അറിയാതെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സിസ്റ്റം ഒക്കെ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അത് അറിയാത്ത ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് വേറെ ആളെ വിളിക്കേണ്ടി വരും. അതിനുള്ള ഒരു ആവശ്യം നമ്മൾ ഏതൊക്കെ ലെവലുള്ള സർവീസ് പഠിക്കാൻ പറ്റും? ചിപ്പ് ലെവൽ കാര്യങ്ങൾ, ചിപ്പ് ലെവൽ തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ഫുൾ ആയിട്ട് ബേസ് മുതൽ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് വരെയുള്ള കാര്യങ്ങൾ, EMMC പ്രോഗ്രാമിംഗ് വരെ നമ്മള് പിന്നെ ഒരു സംശയം വരാൻ സാധ്യത, ആൻഡ്രോയിഡ് ഐഫോൺ ഉണ്ടാവുമല്ലേ? ഐഫോൺ പിന്നെ വേറെ പഠിക്കാൻ പോകേണ്ടി വരും? വേണ്ട, ഇത് നമ്മൾ ബേസിക് ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തമായി എന്നല്ല, ബേസിക് ലെവൽ 1 ലെവൽ 2 ടെക്നീഷ്യന്മാരായിട്ട് എന്താക്കാൻ പറ്റും, ഇറങ്ങാൻ പറ്റും. പിന്നീട് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ തന്നെ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ബേസിക് കോഴ്സ് പഠിച്ചിട്ട് അവർക്ക് മുന്നോട്ടേക്ക് പഠിച്ചു പോയിക്കൂടെ? ചെയ്തിട്ട് പോകാൻ പറ്റും. ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയ പിള്ളേര് തന്നെ പറയണ്ടായി, ഇപ്പൊ ചിപ്പ് ലെവലൊക്കെ ചെയ്തിട്ട് ഫോണൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ആവശ്യം വന്നൊരു ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മറ്റൊരു ഡൗട്ട് എന്ന് വെച്ചാല്, പഴയ ഫോണുകളൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് ബോർഡുകളൊന്നുമല്ലോ, പക്ഷെ ഇപ്പൊ ലെയർ ഒക്കെ ആയിട്ടാണല്ലോ ബോർഡുകൾ വരുന്നത്, 2-3 ലെയർ ഒക്കെ ആയിട്ട്. അങ്ങനത്തെ ഉപകരണങ്ങളോട് പ്രാക്ടീസ് ലെയർ സെപ്പറേഷൻ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ ഉള്ളതാണ്. ആ വർക്കും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്തു കൊടുക്കും. പിന്നെ നോർമലി ഗ്ലാസ് വർക്ക്, ഡിസ്പ്ലേ വർക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അത് ഡിസ്പ്ലേ സെപ്പറേറ്റർ, ഗ്ലാസ് വർക്ക്, പിന്നെ കോംബോ വർക്ക്, CC, മൈക്ക്, കോഴ്സിൽ മുഴുവനും കണ്ടന്റ് ഉണ്ട്. ചിപ്പ് ലെവൽ അടക്കമുള്ള എല്ലാ കണ്ടന്റും ഉണ്ട്. GR വാല്യൂ ചെക്കിങ് കാര്യങ്ങൾ അത് ബോർണിയ വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. 2 ഇയർ ഒക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ മേ ബി എന്നേ പറയുള്ളൂ, അഡ്വാൻസ്ഡ് കോഴ്സ് എടുത്താൽ മതി. വേണമെങ്കിൽ ഇതിൽ തന്നെ എല്ലാ കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തന്നെ സ്പെഷ്യലൈസേഷന് വേണ്ടി ചിലപ്പോൾ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. കുട്ടികളെ സ്വമേധയാ ട്രെയിനിങ് ആക്കാനുള്ള എല്ലാ സംഭവവും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. ഈ പറഞ്ഞ ലെയർ സെപ്പറേഷനും എല്ലാ EMMC ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അഡ്വാൻസ് ലെവൽ കോഴ്സ് തന്നെ അതൊക്കെ തന്നെയല്ലേ?